ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒട്ടും കെമിക്കൽസ് ഇല്ലാത്ത ബീട്രൂട്ട് ലിപ് ബാം വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് നല്ലൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം അത് അരയ്ക്കാനായിട്ട് എളുപ്പത്തിന് ഒന്ന് അരിഞ്ഞുകൂടി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അതിന് ശേഷം അതൊരു അരിപ്പയിൽ കൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം. ഈ അരിച്ചെടുത്ത ബീട്രൂട്ട് ജ്യൂസിൽ ഫസ്റ്റ് നല്ല തരി ഉണ്ടായിരുന്നു, കാരണം വലിയ അരിപ്പയിലായിരുന്നു ഞാൻ അരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനത് രണ്ടാമതൊന്നുകൂടി ചെറിയൊരു അരിപ്പയിൽ കൂടി അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, ഒട്ടും തരി പാടില്ല. തരി ഉണ്ടെങ്കിൽ നമ്മളത് കുറുക്കിയെടുക്കുന്ന സമയത്ത് ആ തരി കരിഞ്ഞ് അങ്ങനെ സെപ്പറേറ്റ് വന്ന് നിൽക്കും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ലിപ് ബാം ശരിയായിട്ട് വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളമൊന്നും അധികം ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ചേർത്തു, വളരെ കുറച്ച്. അധികം വെള്ളം ചേർക്കാണ്ട് അരയ്ക്കുന്നതാണ് നല്ലത്. അങ്ങനെ ബീട്രൂട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ലിപ് ബാം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു ചട്ടി ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ബീട്രൂട്ട് ജ്യൂസ് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫസ്റ്റ് തന്നെ തിളപ്പിച്ച് കരിഞ്ഞ് അങ്ങനെയൊന്നും ആക്കാൻ നിൽക്കണ്ട. മെല്ലെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ മെല്ലെ കുറുക്കിയെടുത്താൽ മതി. കാരണം ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ചെയ്തപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നെയ്യാണ് കേട്ടോ ഗൈസ്. 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ നെയ്യ്, കൂടുതലൊന്നും ചേർക്കണ്ട, കുറച്ച് മതി. എന്നിട്ട് നമുക്കിതൊന്ന് മെല്ലെ മെല്ലെ കുറുക്കിയെടുക്കാം. ഒരുപാട് കുറുക്കി വറ്റിച്ചെടുക്കാനൊന്നും നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് നിർത്തി കൊടുക്കണം. ഇല്ല പറഞ്ഞാൽ അത് ലാസ്റ്റായി കഴിയുമ്പോൾ ആ നെയ്യുണ്ടല്ലോ, നെയ്യിൽ അത് മുരിഞ്ഞിട്ട് നമ്മളുടെ ബീട്രൂട്ട് സെപ്പറേറ്റ് കരിഞ്ഞ് നിൽക്കും. ഞാൻ മുമ്പ് ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചു. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് അട്ടർ ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു വിധം ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആകുമ്പോൾ നിർത്തി കൊടുക്കണം നമുക്ക്. ഒരുപാട് കുറുക്കണ്ട. പിന്നെ നമ്മളത് നിർത്തി വെച്ചാൽ ചൂടാറാനിരിക്കുന്ന ആ ടൈം ഉണ്ടല്ലോ, അപ്പോൾ ഒന്നുകൂടി അത് കുറുകും. അപ്പം നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. നമുക്ക് ചുണ്ടിലൊക്കെ ഇടാൻ നല്ലത് ഈ ഒരു കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയില്ലേ, ഇപ്പം കാണുന്ന കൺസിസ്റ്റൻസി, അതിൽ തന്നെ നിർത്തി കൊടുക്കുന്നതാണ്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇനി കുറച്ച് നേരം ഒന്ന് അങ്ങനെ തന്നെ വെക്കുക, ഒന്നിരുന്ന് ആറട്ടെ. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഗൈസ്. ഇനി നമുക്ക് ഈ ഒരു ലിപ് ബാം ഒരു ഡപ്പയിലേക്ക് ആക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ലിപ് ബാം ആക്കി കൊടുക്കുന്ന ഡപ്പയിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് ഗൈസ്, ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ ഈ ലിപ് ബാം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരു ആഴ്ചയൊക്കെ മാക്സിമം പുറത്ത് വെച്ചാൽ നിൽക്കും. എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് 1 വർഷം വരെ ഒരു കേടും കൂടാണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇതിന് മുമ്പ് 2 ഡപ്പ ബീട്രൂട്ട് ലിപ് ബാം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ 1 വർഷം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് പെട്ടെന്നൊന്നും തീരില്ല, 2 ഡപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വർഷം ഒരു കേടുമില്ലാണ്ട് ഞാൻ യൂസ് ചെയ്തതാണ്. ഇനി ഞാൻ ഈ ലിപ് ബാം ഒന്ന് ഇട്ടുകൂടി കാണിച്ചു തരാം, ഇതിൻ്റെ കളർ എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ഈ ലിപ് ബാമിൻ്റെ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗായ്സ്. ഇതൊരു ലിപ്സ്റ്റിക് ഇടുന്ന പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ വാട്ടർ പ്രൂഫും സ്മജ് പ്രൂഫും ഒന്നും അല്ലാന്നേ ഉള്ളൂ. നമുക്ക് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ എഫക്റ്റൊക്കെ ഇത് നൽകുന്നുണ്ട്. നല്ലൊരു റെഡ് കളറാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ശരിക്കും നല്ല കളറുണ്ട്. എൻ്റെ വീഡിയോയിൽ അത്ര കാണുന്നില്ല, ശരിക്കും വീഡിയോ അത്ര ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ടാണ്. എങ്കിലും ഇത് നല്ല കളറുണ്ട് ഗൈസ്. അപ്പോൾ ഈ ലിപ് ബാം നമ്മുടെ ലിപ്സിൽ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.